ഡിസംബർ 4, 2024 വെളുപ്പിന് 7 മണിയോട് അടുപ്പിച്ച് ന്യൂയോർക്കിൽ ബ്രയൻ തോംസൺ എന്നു പേരുള്ള യുണൈറ്റഡ് ഹെൽത്ത് കെയർ എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സിഇഒയെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. 7:15 അടുപ്പിച്ച് തന്നെ ഈ വ്യക്തി മരിച്ചു എന്ന് ഹോസ്പിറ്റലുകൾ ഡിക്ലെയർ ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് 3 ഷെൽ കേസിങ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഡിനൈ എന്നും മറ്റൊന്നിൽ ഡിപ്പോസ് എന്നും മറ്റൊന്നിൽ ഡിഫെൻഡും എന്നുള്ള വാക്കുകൾ കാണാം. ഇത് 2010 ഇറങ്ങിയ ഡിലേ ഡിനൈ ഡിഫെൻഡ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ ആസ്പദമാക്കി വന്ന വാക്കുകളാണ് എന്നാണ് പറയുന്നത്. ഈ പുസ്തകം ബേസിക്കലി അമേരിക്കയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെയാണ് വാലിഡായിട്ടുള്ള ക്ലെയിമുകളെ ഡിനൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നും പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അധികം താമസിയാതെ തന്നെ സസ്പെക്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൂയിജി മഞ്ചിയോനി എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ സാധാരണ ഒരു വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവാറുണ്ട്. ഇതൊരു തീവ്രവാദമാണ്, ഇതിങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ പബ്ലിക് ലോ ആൻഡ് ഓർഡറിനെതിരാണ്, ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് അതല്ല നടക്കുന്നത്. ഈ ഒരു വിഷയം നടന്നപ്പോൾ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ആ ഒരു പോസ്റ്റിൽ സാഡ് റിയാക്ഷൻസിനേക്കാളും കൂടുതൽ ഹാപ്പി റിയാക്ഷൻസ് ആയിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയത്. സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും ഒക്കെ ലൂയിജി മഞ്ചിയോനിയയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ആളുകൾ വരുന്നത്. ബ്രയൻ തോംസൺ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിൽ യാതൊരു തരത്തിലുള്ള സങ്കടവും ആളുകൾ കാണിക്കുന്നതല്ല ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നൗ ബിഫോർ വി സ്റ്റാർട്ട് ഓൺ ടു ദിസ് വീഡിയോ, ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് വലതുപക്ഷം വളരുന്നത്, തീവ്ര വലതുപക്ഷം വളരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര മീഡിയ സപ്പോർട്ടും ഭയങ്കര ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി കമല ഹാരിസ് പോലുള്ള ആൾ എന്തുകൊണ്ട് തോക്കുന്നു, എന്തുകൊണ്ടാണ് ഡിസ്പൈറ്റ് ഓൾ ദി ഓഡ്സ് തീവ്ര വലതുപക്ഷം ജയിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് കാണാവുന്ന ഒന്നാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. ആൻഡ് ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് മാക്സിമം ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. അറിയാലോ, യൂട്യൂബ് മന്ത്രം അറിയാലോ. സോ നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ അമേരിക്കയിൽ നടക്കുന്ന കാര്യമൊക്കെ എന്തിനാണ് ഇവിടെ കേരളത്തിലിരിക്കുന്ന ആളുകൾ പറയുന്നത്. അതിൻ്റെ ഒരു കാര്യമുണ്ട്. കാരണം അവിടെ നടക്കുന്ന പൊളിറ്റിക്സ് സിമിലറായിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അവിടെ റൈറ്റ് വിങ് എങ്ങനെ വളരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ പോലുള്ള രാജ്യത്തും ഫാസിസ്റ്റ് ഹിന്ദുത്വ പാർട്ടീസ് എങ്ങനെയാണ് ശക്തപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനുവേണ്ടിയാണ് നമ്മൾ അവിടുത്തെ സംഭവങ്ങൾ എടുക്കുന്നത്. എസ്പെഷ്യലി ഈ ബ്രയൻ തോംസൺ പോലുള്ള കേസ് സ്റ്റഡീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ വെച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഡിപ്രവേഷൻ അഥവാ ഭൗതിക ജീർണത നടക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വലതുപക്ഷ നേതാക്കൾ മാറ്റം പ്രോമിസ് ചെയ്യുന്നത്, മാറ്റം പ്രോമിസ് ചെയ്യുന്നത് കണ്ടിട്ട് ആളുകൾ വീഴുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം ലിബറൽ മൂല്യങ്ങളുള്ള പാർട്ടികൾ മാറ്റം പറയാതെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ വലതുപക്ഷം ഭയങ്കര വർഗീയമാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം, അല്ലെങ്കിൽ എല്ലാം കുഴപ്പമില്ല, ഞങ്ങളെല്ലാം നമ്മൾക്കെല്ലാം സമാധാനത്തോടെ മുമ്പോട്ട് പോകാം എന്ന് പറയുന്ന ഒരു അഴവഴമ്പൻ നയമ്പുമായിട്ട് പോകുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ ലൂയിജി മഞ്ചിയോനി എന്ന് പറയുന്ന ഈ ഒരു കേസിൽ ഒരു ഭയങ്കര ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലൂയിജി മഞ്ചിയോനിയെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ ഭേദമന്യാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളും വലതുപക്ഷം എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളും ഒക്കെ ഈ ലൂയിജി മഞ്ചിയോനിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് ഇതൊരു ലെഫ്റ്റ് വിങ് ഐഡിയോളജി എടുക്കുന്ന ആളുകൾ മാത്രമല്ല ഈ ഷൂട്ടിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്, റൈറ്റ് വിങ് ഐഡിയോളജി പറയുന്ന ആളുകൾ വരെ ഈ ആളെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെൻ ഷപ്പീറോ ഇതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. ബെൻ ഷപ്പീറോയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു കൺസർവേറ്റീവ് റൈറ്റ് വിങ് ഐഡിയോളജി പുഷ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഹമാസിലുള്ള ആളുകളെ കൊല്ലണം, ഹമാസിനെ കൊല്ലണമെങ്കിൽ ഇത്ര ആളുകളൊക്കെ മരിച്ചെന്ന് വരും, അതൊന്നും വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഈ ബെൻ ഷപ്പീറോ പോലെയാണ്. അയാളുടെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് റൈറ്റ് വിങ് ഓഡിയൻസാണ്. സോ അയാൾ ഈ ലൂയിജി മഞ്ചിയോനിയുടെ കേസിൽ ഈ ഷൂട്ടിംഗ് സിഇഒ പോലുള്ള ആളുകളെ ഷൂട്ട് ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് അയാളുടെ തന്നെ ഓഡിയൻസ് വന്ന് ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അയാളെ തന്നെ എതിർക്കുന്നത് കാണാൻ കഴിഞ്ഞു.
ബേസിക്കലി അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്താണ് ഇത് കാണിക്കുന്നത് എന്നത് നമ്മൾ പഠിക്കേണ്ടതൊരു ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കറൻറ്റ് അമേരിക്കൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യർ ഒരു കോമൺ ഇഷ്യൂവിൽ ഒരേ അഭിപ്രായത്തിൽ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പറ്റും. അമേരിക്കയിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയാണ്. ബേസിക്കലി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പല ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ പല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് വഴി പേ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു ലോ ഇൻകം ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഈ മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെ ലാൻസെറ്റിൽ 2017 വന്ന പഠനം കാണിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ താഴെത്തട്ട് നിൽക്കുന്ന മനുഷ്യനും ഒരു സമൂഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യനും തമ്മിൽ ആവറേജ് ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യത്തിൽ തന്നെ ഒരു 10-15 വർഷത്തിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ നല്ല ഹെൽത്ത് കെയർ അവർക്ക് അക്സസിബിൾ ആവുന്നു. പൈസയുള്ള ആളുകൾക്ക് നല്ല ഇൻഷുറൻസ് ബൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഇൻഷുറൻസ് കമ്പനികൾ എന്തായിരിക്കും, അവർ മാക്സിമം ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ആക്സസ് കാണും, മാക്സിമം അവരുടെ നെറ്റ്വർക്ക് കാണും. അപ്പം നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് കെയർ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ താഴെത്തട്ട് നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇൻഷുറൻസേ വാങ്ങിക്കാൻ പറ്റാത്ത പൈസ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാലറിയുടെ അനുപാതകമായിട്ട് വളരെ മീഡിയോക്കോർ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ആ ഒരു ഡിസ്പാരിറ്റി കാരണം പലപ്പോഴും ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ അവർക്ക് കിട്ടാൻ പറ്റത്തില്ല. ഇൻകം ഗ്രൂപ്പായിട്ടുള്ള അമേരിക്കക്കാരും ലോ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള അമേരിക്കക്കാർക്കും ഒരേപോലെ ഇൻഷുറൻസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയുള്ള ഡിസ്പാരിറ്റി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു അബോവ് ആവറേജ് ഇൻകമുള്ള ഒരു അമേരിക്കക്കാരന് പോലും കമ്പയറബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഒരു അബോവ് ആവറേജ് സിറ്റിസനേക്കാട്ടിലും കുറവ് ഹെൽത്ത് കെയർ ആണ് ഇവിടെ അക്സസിബിൾ ആവുന്നത് എന്നും ഈ പഠനം പറയുന്നുണ്ട്. സമൂഹത്തിൻ്റെ താഴെത്തട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് അക്സസിബിൾ ആക്കാൻ വേണ്ടി അഫോർഡബിൾ കെയർ ആക്ട് പോലുള്ള പല നിയമങ്ങൾ അമേരിക്ക പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും 27 മില്യൺ ആളുകൾ അൺഇൻഷുർഡ് ആണ്. ഹെൽത്ത് കെയർ അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ മെഡിസിൻ തന്നെ വേണ്ട, അവർ ഹെൽത്ത് കെയർ തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മില്യൺസ് ഓഫ് ആളുകളാണ് ഈ കടം എന്തുകൊണ്ടുള്ള കടമാണ്? ഈ മെഡിക്കൽ ബിൽസും ഈ ഹെൽത്ത് കെയറിൻ്റെ ബിൽസും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഉള്ള ബിൽസ് കാരണം ബാങ്ക്രപ്റ്റ് ആവുകയാണ്, പാപ്പരാവുകയാണ്. അതേസമയം റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള എക്സ്ട്രാ സർവീസുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു കമ്പൗണ്ടിങ് എഫക്റ്റ് ആയിട്ട് കൂടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് ഹെൽത്ത് കെയർ അക്സസിബിൾ അല്ലാതാവുന്നതുകൊണ്ട് അവർ ചികിത്സ മാക്സിമം ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഡോക്ടേഴ്സും മറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റംസും എല്ലാം വീണ്ടും ഹെൽത്തിയും റിച്ചും ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കുന്നത്. അതായത് കിട്ടേണ്ട ആളുകൾക്കല്ല ഇത് കിട്ടുന്നത്. ഹെൽത്തി ആൻഡ് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കെയർ കിട്ടുന്നു. ഹെൽത്ത് ഇല്ലാത്ത പൈസ ഇല്ല ആളുകൾക്ക് കുറവ് സർവീസ് കിട്ടുന്നു. ഇതിങ്ങനെ ഓരോ ടൈം കൂടുന്തോറും ഇങ്ങനെ കമ്പൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ബിൽസ് കാരണം ആളുകൾ കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. മെഡിക്കൽ ബിൽ പ്രോബ്ലംസ് ഉള്ള ഫാമിലീസിൻ്റെ 10% ആളുകൾ പാപ്പരാവുകയാണ്. ഇൻഷുറൻസ് ഇല്ലാത്തവരുടെ മാത്രം സ്ഥിരം, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ പാപ്പരാവുകയാണ്. അതായത് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടും ഒരു ഗുണവുമില്ല എന്നുള്ള രീതിയിലേക്കാണ് അവിടുത്തെ അവസ്ഥ. അതായത് അവിടെയുള്ള ജനങ്ങളെടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പനി ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കാം, അറ്റ്ലീസ്റ്റ് വീടുണ്ടല്ലോ. പനി ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട് വിൽക്കേണ്ടി വരും. മെഡിക്കൽ ബിൽസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് എടുക്കേണ്ടി വരികയാണ്. ഞാൻ ഫുഡിന് പൈസ കൊടുക്കണോ അതോ മരുന്നിന് പൈസ കൊടുക്കണോ, ഞാൻ ക്ലോത്തിങ്ങിന് പൈസ കൊടുക്കണോ അതോ മരുന്നിന് പൈസ കൊടുക്കണം, ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ചോയ്സസ് ഒരു മനുഷ്യന് എടുക്കേണ്ടി വരികയാണ്. ഇത് കാരണം പല ആളുകൾക്കും എക്സ്ട്രാ ജോബുകൾ ചെയ്യേണ്ടി വരികയാണ്. അതായത് ഓവർ ടൈമും എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സും കൂടുകയാണ്. ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതത്തിലെ ഒരു ദിനത്തിൽ എക്സ്ട്രാ വർക്ക് എടുക്കുകയാണ്. എന്തിനു വേണ്ടി? അയാളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി. മാത്രമല്ല ഇങ്ങനെയുള്ള മെഡിക്കൽ ബിൽസ് പ്രശ്നം അവരുടെ ക്രെഡിറ്റ് സ്കോർസിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മെഡിക്കൽ ബിൽസ് പേ ചെയ്യാൻ വേണ്ടി കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഫർദർ അവരുടെ ജീവിതത്തിൽ ലോങ് ടേം എഫക്ട്സ് ഉണ്ടാകുന്നു. കാരണം അവർക്ക് പിന്നെ എംപ്ലോയ്മെൻറ്റ് കിട്ടാനും അവർക്ക് ഒരു വീടിൻ്റെ ലോൺ കിട്ടാനും അവർക്ക് മറ്റു പല ഫെസിലിറ്റീസ് കിട്ടുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു 10-20 കൊല്ലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻകം എത്ര കൂടുന്നുണ്ടോ അതിനാനുപാതികമല്ല ഈ പ്രീമിയം കൂടുന്നത്. പ്രീമിയം വലിയൊരു റേറ്റിലാണ് കൂടുന്നത്, ഇൻഷുറൻസ് പ്രീമിയം വലിയൊരു റേറ്റിലും കൂടുന്നു, ഇൻകം ആ ഒരു ലെവലിൽ കൂടുന്നില്ല. അപ്പം ബേസിക്കലി ഓരോ വർഷം കഴിയുന്തോറും മോർ ആൻഡ് മോർ പീപ്പിൾ, കൂടുതൽ ആളുകൾക്ക് ഈ പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസ് അഫോർഡബിൾ അല്ലാതെ ആകുന്നു. കൂടുതൽ ആളുകൾക്ക്
ഈ കെയർ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. അതായത് സിസ്റ്റം വേഴ്സൺ ആവുകയാണ്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒരു സിസ്റ്റം വെച്ചിട്ട് മനുഷ്യൻ്റെ ബേസിക് അവകാശമായ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ നടത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? മാക്സിമം ക്ലെയിംസ് അവർക്ക് റിജക്റ്റ് ചെയ്താലേ അവർക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരുപാട് ആളുകൾക്ക് വേണ്ട ഹെൽത്ത് കെയർ ഡിനൈ ചെയ്താൽ മാത്രമേ ഇവർക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ലാഭം ഉണ്ടാക്കുന്ന സിസ്റ്റം വെച്ച് തന്നെ നമ്മൾ ഈ മെഡിക്കൽ ഹെൽത്ത് കെയറും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പോലുള്ള സിസ്റ്റംസ് നമ്മൾ നടത്താൻ ശ്രമിച്ചാൽ എന്തായിരിക്കും? ദുരന്തമായിരിക്കും നടക്കുന്നത്. കൂടുതൽ ലൂയിജികളെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. പേപ്പർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബോൾഡ് സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. യൂണിവേഴ്സൽ പബ്ലിക് ഇൻഷുറൻസ് എന്നുള്ള സംഭവത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി നമുക്ക് 2020 ലാൻസെറ്റിൽ വന്ന മറ്റൊരു പഠനം നോക്കാം. ഈ ഹെൽത്ത് കെയർ എല്ലാവർക്കും ആക്സസിബിൾ ആയിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ മാത്രം ഓരോ വർഷവും നമുക്ക് 68,000 ആളുകളുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും എന്നാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്തത്. പറഞ്ഞു വരുന്നത് സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് അവിടെ വേണം എന്നാണ് ഈ പഠനം സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷന് ശേഷം അമേരിക്കൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ എത്രത്തോളം ഒരു പ്രശ്നകരമായ അവസ്ഥയിലാണ് അമേരിക്കൻ ഹെൽത്ത് കെയർ എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. So here's the state of American healthcare today. I'm a cardiologist and a patient was referred to me for a cardiology procedure because, well, they need the procedure. Now, before we can schedule it, we have to get approval from the insurance company, which often requires a prior authorization. So for that, we submit all the information to the insurance company and await their decision whether it's approved. Of course, as it frequently happens, it was not approved and they're requesting more information. So we submit more data. Several days later, they come back and say, nope, still not approved. So they are requiring a peer-to-peer, which means that I get on a phone call with a doctor who's employed by the insurance company. So then we have to schedule the peer-to-peer. So my staff gets on the phone, day 1, day 2, day 3, an hour plus on hold each time until they finally get through. And then they schedule a phone call, which is scheduled at the end of the week. They give you the time, and I got to carve out time in my schedule in the middle of the day so I can speak to this doctor. Mind you, this process is now taking almost 2 weeks. And at the end of the day, it's probably still going to be denied. ഇവിടെയാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണോ അതോ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ആണോ മികച്ചത് എന്ന ഒരു കമ്പാരിസൺ നടത്തുന്ന വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കമൻസിൽ അറിയിച്ചാൽ മതി, നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കൻ ഹെൽത്ത് കെയറിൻ്റെ ഒരു അവസ്ഥയാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം കൂടെ. ജനങ്ങളുടെ ഒരു മനോവികാരം എന്താണ്? 2020 പ്യൂ റിസർച്ച് നടത്തിയൊരു സർവേയിൽ 63% അമേരിക്കൻസ് കരുതുന്നത് ഈ അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. 2006 വന്ന പഠനത്തിലും സിമിലർ അഭിപ്രായം തന്നെയാണ് വന്നിട്ടുള്ളത്. 62% അമേരിക്കക്കാർ പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ പോലുള്ള സംഭവങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട് എന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പെട്ടെന്ന് പൊട്ടിമുളച്ച സംഭവം 2006 തൊട്ട് ആളുകൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ 63% ആളുകൾക്കും അതിന് താല്പര്യം ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് അമേരിക്ക പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരം മാറ്റങ്ങൾ വരാഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഭവം വരാഞ്ഞത്? ഇതിനെക്കുറിച്ച് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം നടന്നിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ഇൻസൈറ്റ് ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പോപ്പുലാരിറ്റിയാണ്. അപ്പോൾ 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരാൾക്കും താല്പര്യമില്ലാത്ത ഒരു പോളിസി. 100% വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ള പോളിസി. ഇനി വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ലിഹുഡാണ്, അഥവാ ഇത് കോൺഗ്രസ് നിയമമാക്കാനുള്ള സാധ്യതയാണ്. വൈ ആക്സിസിൽ 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും അത് നിയമമായിട്ട് പാസ്സാക്കാനുള്ള സാധ്യതയില്ല. 100% വെച്ചാൽ എന്തായാലും അവർ പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഐഡിയൽ ലോകത്ത് എന്തായിരിക്കും നടക്കുക? ഇവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും ഈ ആളുകൾ ചെയ്യുക. 100% ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെന്തായാലും കോൺഗ്രസ് പാസ്സാക്കും. 50% ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 50% ചാൻസ് ഉണ്ട് ഈ നിയമം പാസ്സാകാൻ. നൗ ഇവിടെയാണ് ഈ പഠനം രസകരമാകുന്നത്. ഇതാണ് ആക്ച്വലി അവിടുത്തെ അവസ്ഥ. നിങ്ങൾ ഈ പച്ച ലൈൻ കണ്ടോ? അതായത് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും 30% ചാൻസ് ഉണ്ട് കോൺഗ്രസ് അത് ബില്ല് പാസ്സാക്കാൻ. നിങ്ങൾക്ക് ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിലും 30% ചാൻസ് ഉണ്ട് അത് പാസ്സാക്കാൻ. അതായത് നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗവൺമെൻറ് അത് ബില്ലാക്കുന്നതിൽ അത് വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആവുന്നില്ല. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പച്ച ലൈൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ
താഴെത്തട്ട് നിൽക്കുന്ന 90% ജനവിഭാഗത്തിൻ്റെ അവസ്ഥയാണ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 90% ജനവിഭാഗങ്ങളുടെ അഭിപ്രായമാണിത്. സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന റിച്ച് ആയിട്ടുള്ള 10% ആളുകളുടെ താല്പര്യവും ആ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ് അത് ബില്ലാക്കുന്ന സാധ്യതയും ഇതേ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ. നിങ്ങൾ നോക്കുക, റിച്ചായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമില്ലാത്ത പോളിസികൾ സർക്കാർ ചെയ്യുന്നില്ല. മാത്രമല്ല, റിച്ചായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരുംതോറും അത് ബില്ലാകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ഈ അമേരിക്കൻ ജനാധിപത്യം എന്ന് പറയുന്നത് 90% വരുന്ന അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന ജനവിഭാഗത്തിന് വേണ്ടിയല്ല സെർവ് ചെയ്യുന്നത്, മറിച്ച് ഈ 10% റിച്ചായിട്ടുള്ള ഇലൈറ്റുകൾക്ക് വേണ്ടിയാണ് സെർവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ. ക്യാപിറ്റലുള്ള ഒരു മൈനോറിറ്റി ഓഫ് ആളുകളുടെ ഇൻട്രസ്റ്റുകൾക്കാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് എപ്പോഴും അമേരിക്ക ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ കണ്ടെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബെൻ ഷപ്പീറോയുടെ വീഡിയോ ബാക്ക് ഫയർ ആവുന്നത്? എന്തുകൊണ്ടാണ് ബെൻ ഷപ്പീറോയുടെ ഫോളോവേഴ്സ് തന്നെ അതിനെ വന്ന് എതിർക്കുന്നത്? ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുത തന്നെ, ഒരു മെറ്റീരിയൽ ഡിപ്രിവേഷൻ നടക്കുന്ന ഒരു സൊസൈറ്റിയിൽ ആളുകൾക്കറിയാം അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമാണെന്ന്. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ടെൻഷൻ, ഫ്രസ്ട്രേഷൻ വെൻ്റ് ഔട്ട് ചെയ്യാൻ അവർക്ക് ഒരു നറേറ്റീവും ഒരു വില്ലനും വേണമായിരുന്നു. അത് ബെൻ ഷപ്പീറോ കറക്റ്റ് സമയത്ത് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ്, കറുത്ത വർഗ്ഗക്കാർ, അല്ലെങ്കിൽ ഇമ്മിഗ്രൻസ്, ഇസ്ലാം, മുസ്ലിം, ഇന്ന മനുഷ്യരാണ് നിങ്ങളുടെ വില്ലന്മാർ, ഇവരാണ് നിങ്ങളുടെ സമൂഹത്തിലെ പ്രശ്നക്കാർ, ഇവരുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ദുരിതകരമാകുന്നത് എന്ന് കൃത്യമായ സമയത്ത് പുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മെയ്ഡ് ഹിം പോപ്പുലർ. പക്ഷേ അതേ ബെൻ ഷപ്പീറോ ഇവിടെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാൻസ് എടുക്കുന്ന ആളുകളുടെ ഇടയ്ക്ക്, ഇല്ല നമ്മൾ സിഒസിനെ രക്ഷപ്പെടുത്തണം, സിഒസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, സിഒസിനെ കൊല്ലുന്നത് ശരിയല്ല, അത് വയലൻസ് ആണ് എന്നൊരു സംഭവം വരുമ്പോൾ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതൊരു ലിബറൽ നയമാണ്, ലിബറലുകൾ വന്നാണ് ഇതൊക്കെ പറയുന്നത്. ബെൻ ഷപ്പീറോ അവിടെ ഒരു ലിബറൽ ആവുകയാണ്. നമ്മൾ സമാധാനത്തിന് പോകണം, എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം, ഇതൊന്നും അല്ല, അതിൻ്റെ ശരിയായ വഴി അതല്ല, നമ്മൾ വയലൻസിലേക്ക് പോകരുത് എന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ ബാക്ക് ഫയർ ആവുന്നത്. അപ്പോൾ ആളുകൾക്കൊരു കാര്യം ഇവിടെ മനസ്സിലാവുകയാണ്, ഈ ബെൻ ഷപ്പീറോ പോലുള്ള ആളുകൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംസാരിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളല്ല അവൻ സംസാരിക്കുന്നത്. അവൻ ആക്ച്വലി ബാറ്റ് ചെയ്യുന്നത്, അവൻ ആക്ച്വലി ഡിഫെൻഡ് ചെയ്യുന്നത് കുറച്ച് റിച്ച് ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റുകളാണ് എന്നും, സോ അവരുണ്ടാക്കി വെച്ച ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഡിഫെൻഡാണ് ഇവൻ ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ് കുറേ ആളുകളിൽ, അവൻ്റെ തന്നെ ഫോളോവേഴ്സിലായിട്ടുള്ള കുറേ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വന്ന് വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ബാക്ക് ഫയർ ആവുന്നത്. ട്രംപിൻ്റെ കാര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ബേർണി സാൻഡേഴ്സ് പോലുള്ള ആളുകൾ ഇവിടെ ഹെൽത്ത് കെയർ ഇഷ്യൂസൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റാം എന്നുള്ള ഒരു ടെക്നിക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉപയോഗിക്കാമെന്ന് പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട് വൈഡ് റേഞ്ച് ഓഫ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതും. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതേ ട്രംപ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബെൻ ഷപ്പീറോ പോലെ തന്നെ ഹിപ്പോക്രിറ്റിക്കലായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അയാൾ അധികാരത്തിൽ വന്നിട്ട് അയാൾ ഉണ്ടാക്കിയ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഹിസ്റ്ററിയിലുള്ള റിച്ചസ്റ്റ് ക്യാബിനറ്റാണ്. റിച്ച് ഇലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റുകൾ എന്താണ്, അതെന്ത് നമ്മൾ സെർവ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആളുകളെ തന്നെയാണ് അവൻ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്. ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം പത്. അപ്പം ഇയാളും ചെയ്യാൻ പോകുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് മുൻഗണന വരിക എന്നുള്ള സംഭവങ്ങളൊന്നും തന്നെയല്ല. ഇയാൾ ഈ നറേറ്റീവ് പുഷ് ചെയ്ത ആളുകളെ കൺവിൻസ് ചെയ്ത് വരുന്ന അധികാരത്തിൽ വന്നിട്ട് ഈ റിച്ച് ലൈറ്റിൻ്റെ ഇൻട്രസ്റ്റുകളായിരിക്കും ഇയാളും സെർവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്, ഇന്ത്യയിലെ ഒരു റൈറ്റ് വിങ് മൂവ്മെൻറ്റിൻ്റെ ഒരു വളർച്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനും സിമിലർ പാറ്റേൺസ് കാണാൻ പറ്റും. ഒരു എക്കണോമിക് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ഒരു റിസഷനിലേക്ക് പോകുന്നു, ജോലി കൂടുന്നില്ല, വിലക്കയറ്റം വരുന്നു, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ഞങ്ങൾ മാറ്റും. ഇതിൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യവിഭവത്തിന് പ്രധാനപ്പെട്ട വിഭവങ്ങളുള്ള ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നു. സംവരണം പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അനർഹരായിട്ടുള്ള ചിലർ അത് തട്ടിയെടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കൊക്കെ എന്തിനാണ് സംവരണം നമ്മൾ കൊടുക്കേണ്ടത്, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള പല കഥകൾ അവർ പടച്ചു വിടുകയും ഈ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിസെൻറ്റ്
അഥവാ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉള്ള ഒരു ജനതയിലേക്ക് ഇത്തരം സംഭവങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഈ ഇവിടുത്തെ BJP അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഭവങ്ങളും. അത് കേരളത്തിലും പതുക്കെ നമുക്ക് വരുന്ന കാണാം. കേരളത്തിലും ഈ ഒരു എക്കണോമിക് കണ്ടീഷൻസൊക്കെ ഒരു ഭയങ്കര തകർന്ന് അതാവുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തരം ചർച്ചകൾ വീണ്ടും നിങ്ങൾക്ക് ഉയരുന്നത് കാണാം. നിങ്ങളുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടുത്തെ സർക്കാർ ഇന്ന മതത്തെ പ്രകടനം ചെയ്യുന്നു, ഇന്ന ജാതികൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സർക്കാർ അത് ചെയ്യുന്നത്, ഇത് പ്രശ്നമാണ് അത് പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു നറേഷൻ വരികയും ഇവിടെയും ഇവിടുത്തെ സർക്കാരുകളെയൊക്കെ മാറ്റാനും അട്ടിമറിക്കാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനം, ഒരു റൈറ്റ് വിങ് ഐഡിയോളജി പുഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല ഈ വീഡിയോയുടെ ഒരു ആകത്തുകയായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഫ്രീ മാർക്കറ്റ് അഥവാ സമ്പത്തിനെയൊക്കെ നമുക്ക് സ്വതന്ത്ര വ്യക്തികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാകും എന്നൊരു അന്ധവിശ്വാസത്തെ ഇവിടെ പുഷ് ചെയ്യുന്ന ആളുകളെ നമ്മൾ സംശയത്തോടു കൂടി കാണണം എന്നുകൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ ബേസിക് അവകാശങ്ങളായിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ. അവിടെ ഈ പ്രോഫിറ്റിന് വേണ്ടി അഥവാ മത്സരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എന്തോ വലിയ ആനമുട്ട പുഴുങ്ങിത്തരും എന്ന് പറയുന്ന ഒരു തിയറി വെച്ചിട്ട് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് സർവീസ് കൊടുക്കും എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണ്, ആക്ച്വലി അത് ആളുകൾക്ക് ഉള്ള ഗുണങ്ങളല്ല ഉണ്ടാകുന്നത്. ഈ കമ്പനികൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ പല ആളുകൾ പറയാറുണ്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തിനാണ് നമുക്ക് അതങ്ങ് പ്രൈവറ്റൈസ് ചെയ്തോടെ, ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകൾ എന്തിനാണ് അത് നമുക്ക് പ്രൈവറ്റൈസ് ചെയ്തോടെ, ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികൾ എന്തിനാണ് നമുക്ക് അതങ്ങ് പ്രൈവറ്റൈസ് ചെയ്തോടെ. ഇത്തരം മൂവ്മെൻറ്റുകൾ പുഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻഎഫിഷ്യൻ്റ് ആണ്, ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചില നറേഷനാണ്. പക്ഷേ ഈ ഇൻഎഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, അമേരിക്ക പോലുള്ള രാജ്യത്ത് നമ്മൾ കാണുന്ന മാതിരി പ്രോഫിറ്റ് ഡ്രൈവൻ ആയിട്ടുള്ള ആളുകൾ വന്ന് താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ബേസിക് അവകാശങ്ങളിൽ സർവ്വപ്രധാനമായ ഒന്നായ ഹെൽത്ത് കെയർ പോലുള്ള സിസ്റ്റം ആക്സസിബിൾ അല്ലാതാകുന്നു, അവർക്കത് കിട്ടാതെയാകുന്നു. ഒരു കൂട്ടം പ്രിവിലേജ് ആളുകൾക്ക് പൈസയുള്ളവർക്ക് മാത്രം നല്ല ഗുണത്തിലുള്ള ചികിത്സകളും സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അത് മാറുന്നു. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രീ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ബേസിക് അവകാശങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്താണെന്നും ആ ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫ്രസ്ട്രേഷനെ എങ്ങനെയാണ് ഫാഷിസ്റ്റ് ഐഡിയോളജീസ് യൂസ് ചെയ്ത് അവർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിസവും ഫാസിസവും തമ്മിലൊരു ഡൈനാമിക്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അത് ഭാവിയിൽ ഈ ചാനലിൽ വരുന്ന ഇത്തരം കണ്ടൻറ്റുകൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.